ഹായ് ഫ്രണ്ട്സ്, കുക്കിംഗ് വിത്ത് ആനന്ദിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സൈഡിലുള്ള ഒരു ബെൽ ഐക്കണും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഉടൻ തന്നെ ലഭിക്കുന്നതാണ് പുതിയ വീഡിയോസ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയാണ് ക്യാരറ്റ് കേക്ക്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു കപ്പ് മൈദ എടുക്കുക. ഒരു 250 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ സോഡാപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടെ ഇടുക. എന്നിട്ട് നന്നായി ഒന്ന് അരിപ്പ കൊണ്ട് അരിച്ചാണ് എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്തെങ്കിലും കട്ട പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരിപ്പയിൽ നമുക്ക് കിട്ടും. അങ്ങനെ ആയി വരരുത്, അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ അരിപ്പ കൊണ്ട് അരിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായി മിക്സായും വരും. പിന്നെ 1 കപ്പ് പഞ്ചസാര, ഒരു 250 ഗ്രാം പഞ്ചസാര എടുത്ത് നന്നായിട്ടൊന്ന് പൊടിക്കുക. നല്ല പൗഡർ പോലെ ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് 4 മുട്ടയാണ് ബീറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. മുട്ട ഒരുപാട് വേണ്ട, മുട്ടയുടെ ചവ ഇഷ്ടമില്ലെങ്കിൽ മുട്ട കുറയ്ക്കാം. അതിലേക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം 2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ 1 കപ്പ് നേരത്തെ എടുത്ത പഞ്ചസാരയില്ലേ, അത് നന്നായിട്ട് പൊടിച്ച പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല രീതിയിലെല്ലാം ഒന്ന് പിടിച്ചു വരുന്ന രീതിയിലൊന്ന് ബീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സൈഡിലുള്ള എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റുക. അതിലേക്ക് നമ്മൾ നേരത്തെ ആദ്യം എടുത്തു വച്ച മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 25 ml പാലും 75 ml സൺഫ്ലവർ ഓയിലും കൂടെ ഇടവിട്ട് ഒഴിച്ചെടുക്കുക. പാല് വേണ്ട എന്നുള്ളവർക്ക് വെള്ളമായാലും മതിയാകും. നമ്മൾ വളരെ കുറച്ച് പാലുള്ളൂ, 25 ml ആണ് വെച്ചിരിക്കുന്നത്. 25 ml പാല്, അതേപോലെ 75 ml സൺഫ്ലവർ ഓയിൽ, ഇതെല്ലാം എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് അതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മൈദ പൊടിയും കൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കൺസിസ്റ്റൻസി തിക്നെസ്സിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് 1 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റ് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്യാരറ്റും എല്ലാമായിട്ട് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതേ സമയം ആദ്യം തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു ട്രേ എടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ മാവ് ഇതിലേക്ക് ഇടാം. ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്ക് മാറ്റാം. മാവ് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും എയർ ബബിൾസ് എന്തെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് തട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മുതൽ 40 മിനിറ്റ്, ഒരു 35 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ടാകും. അപ്പോൾ ഒരു 30 മുതൽ 40 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം വെന്തിട്ടുണ്ടോ. ടൂത്ത് പിക്കിൽ അങ്ങനെ മാവൊന്നും ഒട്ടിയിട്ടില്ലെങ്കിൽ നന്നായിട്ട് വെന്തു എന്നാണ് അർത്ഥം. എന്നിട്ട് നമ്മൾ ട്രൈ എടുത്തിട്ട് അതിൻ്റെ 4 സൈഡ് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു നൈഫ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കേക്ക് എടുത്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ബട്ടർ പേപ്പറൊക്കെ മാറ്റാം. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. ഈ പഞ്ചസാര പൊടി നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് മുകളിൽ ഇതുപോലെ വരാം. അതുകൊണ്ട് പഞ്ചസാര നന്നായിട്ട് പൊടിച്ചിട്ടുക. ഇപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് വന്നിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള കേക്കാണ് ക്യാരറ്റ് കേക്ക് എന്ന് പറയാൻ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു.